ഞാൻ കൈ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അല്ലേ ഇത്രയല്ലേ വരുന്നുള്ളൂ. വെറും 3.5 മീറ്റർ വീതിയുള്ള പ്ലോട്ടില് 2 മീറ്ററിൽ വീട് വെക്കുന്ന പറഞ്ഞ ഒരു ചലഞ്ച് തന്നെ അല്ലേ. ഇന്നലെയാണ് ഇവർക്ക് ഈ വീടിന്റെ നമ്പർ കിട്ടിയത് അല്ലേ. ഞങ്ങള് ഫ്രണ്ടിൽ ഒരു വാതിൽ വെച്ചില്ല. ഇവിടെ ഡോർ കൊടുത്തില്ല. ഇതില് അവര് നമ്പർ തന്നില്ല. ഈ ഒരു വീടായിരുന്നു നിങ്ങൾ ആദ്യത്തെ വീട് അല്ലേ? ഇവരുടെ കുടുംബമാണ്. ഞങ്ങൾ പൊളിച്ചതാ. ഇതിനകത്താണ് കിടന്നത്. 3 ഡിവൈഡ് ചെയ്തതാണ് ഈ ഒരു വീടിന്റെ ഭാഗം. അതിൽ ഇത്ര സ്ഥലമേ നമുക്ക് കിട്ടിയുള്ളൂ. ഒരിക്കലും ഇല്ല. ഞങ്ങൾ ഒരു ചെറിയ പേര ഞങ്ങൾക്ക് വെക്കാൻ ഒക്കുമെന്ന് ഓർത്തില്ല. 2 റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. ബാത്റൂം 2 ഉണ്ട്, ഹാളുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, നമ്പറും കിട്ടി, എല്ലാം ഓക്കെ. ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഒന്നും ഹാപ്പിയാണ്. 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞാവ് ഉണ്ടായത് അല്ലെ. ഒരു വീട്ടിലേക്ക് ലിവിംഗിലേക്ക് ഇങ്ങനെ കയറുന്നു, അതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇതാ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു ടെറസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ കിച്ചണൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. അതായത് സാധാരണക്കാരനെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള നൂലാമാലകളൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ഹായ് ഫ്രണ്ട്സ്, ഒരു 2 മീറ്റർ മാത്രമുള്ള വീട് കാണാൻ കോട്ടയത്താണ് വന്നിരിക്കുന്നത്. വൈറലായ വീട്. ഈ കാണുന്ന വീട് കണ്ടില്ലേ, വെറും 3.5 മീറ്റർ വീതിയുള്ള പ്ലോട്ടിൽ 2 മീറ്ററിൽ വീട് വെക്കുന്ന പറഞ്ഞ ഒരു ചലഞ്ച് തന്നെ അല്ലേ. ഇതിന്റെ ബാക്കിൽ വലിയൊരു കഥയുണ്ട്. ആ കാര്യങ്ങളോടാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരുപാട് വന്നിട്ട് ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അറിയാം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണേ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ കൂടെ അനിരുദ്ധൻ ചേട്ടനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. ഇന്നാണ് ഇവർക്ക് ഇന്നലെയാണ് ഇവർക്ക് ഈ വീടിന്റെ നമ്പർ കിട്ടിയത് അല്ലേ. ഇത്രയും ചെറിയ വീട് ഇത്രയും ചെറിയ സ്ഥലത്ത് വെക്കുമ്പോൾ നമ്പർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാല് ഒരു കടമയാണ്. പക്ഷെ സാധാരണക്കാർക്ക്, ചെറിയ ഫാമിലിക്ക്, പാവപ്പെട്ടവർക്ക് ഇതൊക്കെ ചെയ്തു തരേണ്ട സർക്കാരാണ്. അതെന്തുകൊണ്ട് വൈകിപ്പോയി? ഞങ്ങള് ഫ്രണ്ടിൽ ഒരു വാതിൽ വെച്ചില്ല. ഇവിടെ ഡോർ കൊടുത്തില്ല. ഇതില് അവര് നമ്പർ തന്നില്ല. അത് കഴിഞ്ഞപ്പം പുറയിൽ അവര് വാതിൽ വെപ്പിച്ചു. പുറയിൽ പൊളിക്കാതെ വെക്കാൻ പറ്റിയോ? പൊളിപ്പിച്ചു വെച്ചു. എന്നിട്ടോ വാതിൽ വെച്ചു. കഥ അവര് വെച്ചു തന്നു. അവര് വെച്ച് തന്നാണോ? അവര് വെച്ചു തന്നു. അവര് ലൈസൻസിന്റെ ആള് വെച്ചു തന്നു. കളക്ടറേറ്റിൽ നിന്ന് വെച്ചു കൊടുക്കണമെന്ന്. അല്ല, ഞാൻ കേട്ടത് ആദ്യം അവര് അത് പൊളിപ്പിച്ചു. കംപ്ലൈന്റ് കൊടുത്തതാണോ? അല്ലെ, കംപ്ലൈന്റ് കൊടുത്തതാണ്. അങ്ങനെയാണ് അവര് വന്ന് വെച്ചു തന്നു, വെപ്പിച്ചു. അതായത് സാധാരണക്കാരനെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള നൂലാമാലകളൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാ. പക്ഷെ അവര് തന്നെ ഇതില് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. വീട് പണി എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. ട്യൂബ് ഇട്ട് ആശുപത്രിയിലായിരുന്നു, കാഴ്ചാശ കിടക്കുമായിരുന്നു, കാഴ്ചയിലായിരുന്നു, ഭയങ്കര സീരിയൽ ഇതായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഥകളുണ്ട്. ഈ ഒരു വീട് ഇങ്ങനെ ആകുമ്പോ ഞങ്ങള് ഇതിനകത്താണ് കിടന്നത്. ഈ ഒരു വീടായിരുന്നു നിങ്ങൾ ആദ്യത്തെ വീട് അല്ലേ? ഇവരുടെ കുടുംബമാണ്. ഞങ്ങൾ പൊളിച്ചതാ. ഇതിനകത്താണ് കിടന്നത്. 3 പേരുണ്ടായിരുന്നു അല്ലേ? 3 പേരായിരുന്നു. 4 പേര്. ആരൊക്കെയാ പേര് പറയാനുള്ള ഒരു അവസരമാണ്, പറഞ്ഞോളൂ. ഓർമ്മയുണ്ടോ? പിന്നെ ഞങ്ങളുടെ പേര് സുമതിക്കുട്ടി, മൂത്തേട്ടൻ്റെ പേര് വിദ്യാധരൻ, എന്റെ പേര് മൂത്ത ശിവദാസ്. ഇനി അവരെ എല്ലാരും ഇപ്പൊ ഈ ഒരു പോർഷൻ അവരതായിരിക്കും അല്ലേ? 3 ഡിവൈഡ് ചെയ്തതാണ് ഈ ഒരു വീടിന്റെ ഭാഗം. അതിൽ ഇത്ര സ്ഥലമേ നമുക്ക് കിട്ടിയുള്ളൂ. 3.5 മീറ്റർ. 4.5 സെന്റ് ഉണ്ട് അല്ലേ? ഇതിപ്പോ 3.5 സെന്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 3 സെന്റിന് താഴെ ആണെങ്കിൽ സർക്കാരിന്ന് ഒരുപാട് ഇളവുകൾ കിട്ടുക. അവര് പെരക്ക് ഞങ്ങൾക്ക് വന്നതാ. പെരക്ക് വന്നിട്ട് അവര് തന്നില്ല. ജോലി ഉള്ളതുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞു അല്ലേ? സർക്കാർ ജോലിയല്ലേ, ഒരു ദിവസവും ചെയ്തില്ല. അപ്പൊ എന്തായാലും ഇത് ഇത്ര ചെറിയ വീട് ഉണ്ടാക്കുമ്പോ ഇതുപോലെ വീട് ആകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. ഞങ്ങൾ ഒരു ചെറിയ പേര ഞങ്ങൾക്ക് വെക്കാൻ ഒക്കുമെന്ന് ഓർത്തില്ല. പിന്നെ ഞങ്ങൾക്കൊരു മോള് ഉണ്ടല്ലോ, ഒരു വീട് വേണ്ട, ഒരു ജീവിതം വേണ്ട. അന്നേരം ഞങ്ങൾ അതിനു വേണ്ടി അത് പണിത്. എന്തായാലും ഒരു പേര, നല്ല പേര, 2 റൂമുണ്ട്, എല്ലാം ഉണ്ട്. ബാത്റൂം 2 ഉണ്ട്, ഹാളുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്. പിന്നെ ഒരു ശകലം വീതിയിലൊക്കെ പണിയായിരുന്നു. ഞങ്ങൾ 1 സെന്റ് പോലും ചോദിച്ചിട്ട് തന്നില്ല. ഓക്കെ, എന്തായാലും ഈ വീടിന്റെ വീതി നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ? ഞാൻ കൈ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അല്ലേ ഇത്രയല്ലേ വരുന്നുള്ളൂ. വെറും 3.5 മീറ്റർ മാത്രം വീതിയുള്ള പ്രോപ്പർട്ടി. ഇവിടെ എത്രയാണ് ഈ ഗ്യാപ്പ് വിട്ടത്? ഇവിടെ 30. സാധാരണ ഇത് 1 മീറ്റർ 1.25 വേണം അല്ലേ? അവരത് ഓക്കെ, ഇവിടെ കൺസെന്റ് കിട്ടി.
ഇനി ഈ ഭാഗത്തേക്കാണെങ്കിൽ 1 മീറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? 1 മീറ്റർ ഞങ്ങൾ വിട്ടു, അത്രേ വിട്ടോ ഉള്ളൂ. അല്ലേ? അല്ല 1 മീറ്റർ 10 സെന്റിമീറ്റർ വിട്ടാൽ മതി. 1.10 ഉണ്ട്. ഓക്കെ അങ്ങനെയാണ് വിട്ടത്. അപ്പോൾ 3 പ്രോപ്പർട്ടികളായിരുന്നു. അടുത്തുള്ള ആൾക്കാരിൽ നിന്ന് മാറി ഇത് സെപ്പറേറ്റ് തന്നെയാണ്. ഇനി ഇതിനകത്ത് ഒരു ടെൻഷൻ ഇല്ല അല്ലേ? നമ്പറും കിട്ടി, എല്ലാം ഓക്കെ ആണ്. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒന്നും ഹാപ്പിയാണ്. സർവീസിൽ ഉണ്ടായിരുന്നു അല്ലേ? 17 വർഷം സർവീസിൽ ജോലി ചെയ്തതാ. റിട്ടയർ ആയത് 2015 15 റിട്ടയർ ആയത്. അത് കഴിഞ്ഞുള്ളതാ ഞങ്ങളെ കുഞ്ഞാല. 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞാവ് ഉണ്ടായത് അല്ലേ? ഫോണിനത് പറയുന്നുണ്ടോ? അതെ 10 വർഷം കാത്തിരുന്നിട്ട് വന്ന കുട്ടിയാണ്. അപ്പൊ ആ ഒരു കുസൃതി ഉണ്ടാവൂലേ കുട്ടിക്ക്? അതുണ്ടല്ലേ. വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു 3.5 മീറ്ററിനകത്തുള്ള വീട് എന്ന് പറയുമ്പോൾ നല്ലൊരു സിറ്റ് ഔട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ ഹാളിലേക്ക് കയറാം. വിശാലത എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ലിവിങ്ങിലേക്ക് എങ്ങനെ കയറുന്നു അതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ചുമരുകൾ കൊടുത്ത് പാർട്ടീഷൻ ചെയ്ത് ഇതിന് നല്ല രീതിയിൽ അല്ലാതെ ആക്കരുതല്ലോ. ആ ഒരു സ്പേസിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റഡി ഏരിയ കൊടുത്തു, പൂജാ ഏരിയ, അവർക്കുള്ള പൂജാ ഏരിയ കൊടുത്തു, ബാത്റൂം ഇവിടെ കൊടുത്തു, അതേപോലെ ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തു. നമ്മൾ ഈ വന്നിരിക്കുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വീട് നിർമ്മിച്ച് 1 വർഷം. അപ്പോൾ അതിൻ്റെതായ പഴക്കങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കിച്ചൺ കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലാണ് കേട്ടോ. സെൻട്രലാണ് കിച്ചൺ വന്നിരിക്കുന്നത്. കാരണം ആ രീതിയിൽ 2 സൈഡിലേക്കും കൂടുതൽ നടത്തം വരരുതല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് ബെഡ്റൂം ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുള്ളത് എക്സ്ട്രാ എക്സിറ്റ് ഇവിടെ കാണാം. നമ്മളുള്ളത് 3.5 മീറ്റർ മാത്രം വീതിയുള്ള വീട്ടിലാണ്. അപ്പോൾ അതിനനുസരിച്ചേ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്തിട്ടുള്ളൂ. പിന്നെ സാധാരണക്കാരൻ്റെ വീടാണ്. കൂടുതൽ ഇൻറ്റീരിയങ്ങളോ ആർഭാടുകളോ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മളിവിടെ വന്ന് കോട്ടയത്ത് വന്ന് ഈ ഒരു വീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അത്ഭുതം തന്നെയല്ലേ? ഇത്രയും ചെറിയ ഏരിയയിൽ ഇത്രയും വലിയ വീട് കൊടുക്കുക എന്നുള്ളത്. ഇത് ഏകദേശം ഒരു 10-15 മീറ്ററോളം നീളം വരുന്ന ഒരു വീട് തന്നെയാണ്. ഇനി ഇതിന്ന് നേരെ അങ്ങോട്ട് തിരിയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ. ഇത്രയും ചെറിയ സ്പേസിൽ, അതായത് സ്റ്റെയർ ഏരിയയിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ അതേ ഒരു വീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു വലിയ ഹാളിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ നമുക്കിവിടെ കൂടുതൽ റൂമുകളാണല്ലോ വേണ്ടത്. വീടാകുമ്പോൾ ഒരു ടോയ്ലറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നതുപോലെ തന്നെ വരുന്നു. അതുപോലെ എൻഡിൽ ഒരു റൂമും വന്നു. അതാണ് ഇവിടെ വരുന്ന ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു ടെറസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ കിച്ചണൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു പ്ലോട്ടിൻ്റെ അതേ രീതിയിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ടെറസാണ്. ഇവിടെ തോരാനിടാനും അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നത് നാച്ചുറൽ ബ്യൂട്ടി ഉള്ള സ്ഥലമാണ്. അത് ആ രീതിയിലൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ഒരു സാധാരണക്കാരന് ഒരു 3 പേരുള്ള ഫാമിലിക്ക് അവർക്ക് ഈ ഒരു സ്ഥലം എക്സ്ട്രാ സ്പേസ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ ഒരു കിണറുണ്ട്. അത് മാത്രമല്ല ഈ വീട്ടിലേക്ക് ഒരു കിണർ എക്സ്ട്രാ കൊടുത്തിരുന്നു. ഡോർ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ള സൈഡിൽ. അതുകൊണ്ടാണ് ഈ ലീഗൽ പഞ്ചായത്ത് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇവരുടെ അതിർത്തി ഇത്രേ വരുന്നുള്ളൂ. അതിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പെര പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെറ്റി ടാങ്ക് ഇറക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ സ്ഥലം. പക്ഷെ ഇത് കിണറായി മാറി. സെറ്റി ടാങ്ക് താത്തു വെച്ചു. ഇതിൽ ഫുള്ള് വെള്ളമാണല്ലോ. സെറ്റി ടാങ്ക് താത്തു വെച്ചിട്ട് സെറ്റി ടാങ്ക് പൊക്കിയെടുക്കേണ്ടി വന്നു. പൊക്കിയെടുത്ത് നേരെ അവിടെ കൊണ്ടുപോയി. വേറെ മാർഗം അവിടെ കൊണ്ടുപോയി വെച്ചു. ഇത് കിണറാക്കി. അത്രയും വെള്ളമുള്ള ഒരു വേനക്കാണ് ഇത്ര വെള്ളം കണ്ടത്. വേനക്ക് ഇവിടെ വലിയൊരു കുഴി വെച്ചു സെപ്റ്റി ടാങ്കിന്. അത് കിണറാക്കി മാറ്റേണ്ടി വന്നു. അതാണ് ഈ കിണറ്. വേനക്ക് വെള്ളം ഒന്നും പറ്റിയൊന്നുമില്ല. ഇഷ്ടം പോലെ വെള്ളവും സംഗതി. അപ്പൊ വെള്ളത്തിന്റെ ടെൻഷൻ തീർന്നു. ഞങ്ങൾക്ക് അല്ലെങ്കിലും ഇവിടെ ഒരു ടെൻഷൻ ഇല്ല. ഫ്രണ്ടിലുള്ളത് ഞങ്ങള് സ്ലാബ് ഇട്ട് മൂടണം. മൂട കാലത്ത് മോള് വളർന്നു കഴിയുമ്പോ ഒരു വണ്ടിയൊക്കെ മേടിച്ചെങ്കിൽ അന്ന് ചെയ്യാം. അന്നല്ല ഇനിയിപ്പോ ഞങ്ങൾക്ക് വണ്ടി നേരെ കയറാനുള്ള വീതി ഉണ്ടല്ലോ. വണ്ടി അത് കിണറ് മൂടണ്ടേ? സ്ലാബ് ഇട്ട് മൂടാൻ എല്ലാരും പറഞ്ഞു നല്ല വെള്ളമാ, പഴയ കിണറും വെള്ളമാ, എമ്പടി ഉണ്ട്, എന്നാലും അത് കളയണ്ട എന്നാണ്. അത് സ്ലാബ് ഇട്ട് മൂടിയാൽ മതി എന്ന് എല്ലാ മനുഷ്യരും പറഞ്ഞു. ആണല്ലേ? അതുകൊണ്ട് ഓക്കെ. അപ്പൊ ഈ വീട് കണ്ടു, അടിപൊളിയാണ്. നമ്മൾ ഇത്ര ദൂരം വന്ന് ഈ വീട് കണ്ടു, ചേച്ചിയെ കണ്ടു, ചേട്ടനെ കണ്ടു, മോളെയും കണ്ടു, സന്തോഷായി. അപ്പൊ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. നമ്പർ കെട്ടി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. ടെൻഷൻ ഒന്നും വേണ്ട. ഒന്നുമില്ല, ഞങ്ങൾ സന്തോഷം.